ഇനി സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ യൂസസ് പഠിക്കാനുണ്ട്. ടെക്സ്റ്റിനകത്തുള്ള കുറച്ച് പോയിന്റ്സ് മാത്രം ഞാൻ കൺസൈസ് ചെയ്ത് പറയുന്നതാണ്. ഓക്കെ, സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ യൂസസ് നമുക്ക് പഠിക്കാനുണ്ട്. ഓയിൽ റിഫൈനിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഓയിൽ റിഫൈനിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഓൾസോ പ്രൊഡക്ഷൻ ഓഫ് പേപ്പർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓയിൽ റിഫൈനിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്, പ്രൊഡക്ഷൻ ഓഫ് പേപ്പർ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്. സോപ്പിലും ഡിറ്റർജൻസിലൊക്കെ ഒരു ആൽക്കലൈൻ, സോഡിയത്തിന്റെയോ പൊട്ടാസ്യത്തിന്റെയോ ഒക്കെ എന്താണ് ഹൈഡ്രോക്സൈഡുകളാണ് എന്ത് ചെയ്യുന്നത്, സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് എന്തിൽ ഉപയോഗിക്കുന്നത്, സോപ്പിലും ഡിറ്റർജൻസിലൊക്കെ. അത് ആൽക്കലൈൻ അല്ലേടാ, ബേസ് അല്ലേ സോപ്പ് എന്ന് പറയുന്നത്, അതിനകത്തുള്ളതാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. പിന്നെ പെസ്റ്റിസൈഡ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. പെസ്റ്റിസൈഡ്സിലും സോഡിയം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ്, ദീസ് ആർ ദി 4 യൂസസ് ഓഫ് NaOH. ഓക്കെ, ഓയിൽ റിഫൈനിങ്ങിന് യൂസ് ചെയ്യും, പ്രൊഡക്ഷൻ ഓഫ് പേപ്പറിൽ യൂസ് ചെയ്യും, സോപ്സ് ആൻഡ് ഡിറ്റർജൻസിൽ യൂസ് ചെയ്യും, പെസ്റ്റിസൈഡ്സ് ആയിട്ടും യൂസ് ചെയ്യും. ഇത് നിങ്ങൾ കണക്ട് ചെയ്ത് ആലോചിച്ചാൽ മതി. ഇപ്പം ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഇടൂലേ, അപ്പം ഓയിൽ ഇട്ടിട്ട് എന്താ, ഓയിൽ ഇട്ടിട്ട് സോപ്പ്, നമ്മൾ ഓയിൽ ഇട്ടിട്ട് സോപ്പ് എടുക്കും അല്ലെ കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഓയിൽ തേച്ചു, സോപ്പ് എടുത്തു. സോപ്പ് ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ടുള്ള സോപ്പാണ് എടുത്തത്. ഓക്കെ, ഓയിൽ ഇട്ടു, ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ടുള്ള സോപ്പ് എടുത്തു. എന്നിട്ട് എന്തിനു വേണ്ടിയിട്ട്, ആ പെസ്റ്റിസൈഡ്സിനെ ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് ആലോചിച്ചാൽ മതി. ബോഡിയിൽ കുറച്ച് പെസ്റ്റിസൈഡ്സ് ആയിട്ടുണ്ടായിരുന്നു, അപ്പൊ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ റിഫൈനിങ് ചെയ്തു, ഓയിൽ തേച്ചു, പേപ്പർ എടുത്തു, പേപ്പറിനകത്ത് പ്രൊഡക്ഷൻ ഓഫ് പേപ്പർ, അതിനകത്ത് സോപ്പും ഡിറ്റർജൻസ് ഒക്കെ ഉണ്ടായിരുന്നു പേപ്പറിന്റെ ഉള്ളിൽ. അപ്പൊ അതെടുത്തിട്ട് നമ്മൾ പെസ്റ്റിസൈഡ്സിനെ റിമൂവ് ചെയ്യാൻ പോവാന്ന് ആലോചിച്ചാൽ മതി, കണക്ട് ചെയ്തിട്ട് ആലോചിച്ചാൽ മതി. അപ്പൊ പിന്നെ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെത് അപ്പൊ ചിലപ്പം മാറിപ്പോവില്ല, നിങ്ങളുടെ അടുത്ത് മാറിപ്പോവാൻ പാടില്ല, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. ഓക്കെ, സോ ഓയിൽ റിഫൈനിങ് ഉണ്ട്, പ്രൊഡക്ഷൻ ഓഫ് പേപ്പറിന് യൂസ് ചെയ്യും, സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. ഓക്കെ, ഇതാണ് NaOHന്റെ യൂസസ്. അപ്പൊ നമ്മൾ NaOHനെ പറ്റി എന്തൊക്കെയാ പറഞ്ഞത്, അതിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ പറഞ്ഞു, ദാറ്റ് ഇസ് ക്ലോർ ആൽക്കലി പ്രോസസ്സ് പറഞ്ഞു. എന്താ ചെയ്തത്, നമ്മൾ ബ്രൈൻ സൊല്യൂഷൻ എടുത്തു. ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാട്ടറും സോഡിയം ക്ലോറൈഡ് എടുത്തു, അതിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തപ്പോൾ നമുക്ക് NaOH കിട്ടി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന ആളാണ് ബ്ലീച്ചിങ് പൗഡർ. ബ്ലീച്ചിങ് പൗഡർ കേട്ടിട്ടുണ്ടോ നമ്മള്? കിണറ്റിലൊക്കെ ബ്ലീച്ചിങ് പൗഡർ ഇടും അല്ലെ, വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട്, വാട്ടർ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബ്ലീച്ചിങ് പൗഡർ ഇടും അല്ലെ. പഞ്ചായത്തിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ഇടാറില്ലേ ബ്ലീച്ചിങ് പൗഡർ? എന്തായിരിക്കും അതിന്റെ പ്രത്യേകത? ബ്ലീച്ചിങ് പൗഡറിൽ എന്തുണ്ട്, ക്ലോറിൻ ഉണ്ട് അല്ലെ. ബ്ലീച്ചിങ് പൗഡറിൽ ക്ലോറിൻ ഉണ്ട്. ക്ലോറിന്റെ ഒരു സ്മെൽ ഉണ്ട് അല്ലെ, ഒരു മോശം സ്മെൽ ഉണ്ട് അല്ലെ. ക്ലോറിൻ ആണ് നമുക്ക് വേഗം മനസ്സിലാവും. ചില വെള്ളമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ക്ലോറിൻ വാട്ടർ ആണ് അതിന്റെ ടേസ്റ്റ് എന്നായാലും അതിന്റെ സ്മെൽ എന്നായാലും ഒക്കെ മനസ്സിലാവും അല്ലെ, ബ്ലീച്ചിങ് പൗഡർ ഇട്ട വെള്ളമാണോ അല്ലയോ എന്നൊക്കെ. സോ അതാണ് എന്ത്, ബ്ലീച്ചിങ് പൗഡർ. അല്ലെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് CaOCl2. CaOCl2 ആണ് എന്ത്, ബ്ലീച്ചിങ് പൗഡർ. ഇതിനെ നമ്മൾ പറയാ കാൽഷ്യം ഓക്സിക്ലോറൈഡ് എന്നാ പറയാം, കാൽഷ്യം ഓക്സിക്ലോറൈഡ് എന്നാ പറയാ. ദാറ്റ് ഇസ് ബ്ലീച്ചിങ് പൗഡർ ഓർ CaOCl2. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പറേഷൻ പഠിക്കണം. എങ്ങനെയാ പ്രിപ്പയർ ചെയ്യുക, നമ്മള് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എടുത്തു, ദാറ്റ് ഇസ് ഡ്രൈ സ്ലേക്കഡ് ലൈം. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ലേക്കഡ് ലൈം ആണ്. അതെടുത്തു, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എടുത്തു, അതിനകത്തേക്ക് നമ്മള് ക്ലോറിൻ പാസ് ചെയ്തു, ക്ലോറിൻ ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് CaOCl2 കിട്ടി, അല്ലെങ്കിൽ CaOHCl2 പ്ലസ് H2O കിട്ടി. അപ്പൊ നമ്മള് കാൽഷ്യം ഓക്സിക്ലോറൈഡ് അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്ലേക്കഡ് ലൈം എടുത്തു, ദാറ്റ് ഇസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എടുത്തു, അതിനകത്തേക്ക് ക്ലോറിൻ. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഇല്ലടാ, നമുക്കിനി ഇതിൽ എന്താ കിട്ടണത്, CaOCl2 കിട്ടണം അല്ലെ. O വരെ ഇതിലുണ്ട്, അതിനകത്ത് കുറച്ച് ക്ലോറിൻ ആണ് ഇനി വേണ്ടത് അല്ലെ. അപ്പൊ നമ്മള് CaOH2 ക്ലോറിൻ വേണ്ടതുകൊണ്ട് നമ്മള് ക്ലോറിനും കൂടെ ആഡ് ചെയ്തു, നമുക്ക് CaOCl2 കിട്ടി, പ്ലസ് എന്തും കിട്ടി, വാട്ടറും കിട്ടി. അതാണ് ബ്ലീച്ചിങ് പൗഡർ അല്ലെങ്കിൽ കാൽഷ്യം ഓക്സിക്ലോറൈഡിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. ഇനി അതുപോലെ തന്നെ ഇതിന്റെ യൂസസും പഠിക്കാനുണ്ട്. ഓക്കെ, യൂസസ് എന്ന് പറയുന്നത് ഒന്ന് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്,
ക്ലോറിൻ എന്ന് പറയുന്നത് ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. നിങ്ങൾക്ക് അറിയാം ഡിസിൻഫെക്ടന്റ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. ഞാൻ പറഞ്ഞല്ലോ കിണറിൽ ക്ലോറിനേഷൻ ചെയ്യുന്നത് ബ്ലീച്ചിങ് പൗഡർ അല്ലേ. സോ എന്താ ഡിസിൻഫെക്ഷൻ ഓഫ് എന്താണ് ഡ്രിങ്കിങ് വാട്ടറും ഓക്സിഡൈസിങ് ഏജന്റും. പിന്നെ ബ്ലീച്ചിങ് കോട്ടനും ബ്ലീച്ചിങ് വുഡ് പൾപ്പും അതും കൂടി നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. വുഡ് പൾപ്പ് ഉണ്ടാക്കാനും, അതായത് പേപ്പറൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെയാണ് ഇത് ശരിക്കും വുഡിന്റെ പൾപ്പ് എടുക്കുന്നത്. ഓക്കെ, ബ്ലീച്ചിങ് ചെയ്യാനും അതുപോലെ തന്നെ കോട്ടന്റെ ബ്ലീച്ചിങ്ങിനും വേണ്ടിയിട്ട് നമ്മൾ ഇത് ബ്ലീച്ചിങ് പൗഡർ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ബ്ലീച്ചിങ് പൗഡർ അല്ലേ, അപ്പൊ ബ്ലീച്ചിങ്ങിന് വേണ്ടിയിട്ടല്ലേ ഉപയോഗിക്കാടാ. അപ്പൊ നിങ്ങൾ അതും കൂടി എന്ത് ചെയ്യാം, ഓർത്ത് വെക്കുക. അതിന്റെ യൂസസ് എന്ത് ചെയ്യാം, ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ നമ്മള് രണ്ടാൾക്കാരെ പഠിച്ചു, സോഡിയം ഹൈഡ്രോക്സൈഡ് പഠിച്ചു, ബ്ലീച്ചിങ് പൗഡർ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ദാറ്റ് ഈസ് സോഡിയം ഹൈഡ്രോജൻ കാർബണേറ്റ് അല്ലെങ്കിൽ സോഡിയം ബൈകാർബണേറ്റ് അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ. ഓക്കെ, ബേക്കിംഗ് സോഡ. സോഡിയം ബൈകാർബണേറ്റ് അറിയാലോ, നമ്മൾ നേരത്തെ ഒക്കെ റിയാക്ഷനിൽ കൊണ്ടുപോയ ആളാണ്. ദാറ്റ് ഇസ് NaHCO3 അല്ലെ. സോഡിയം ബൈകാർബണേറ്റ് ഇസ് NaHCO3. നമ്മള് സോഡിയം ക്ലോറൈഡ് എടുത്തു, വാട്ടർ എടുത്തു, പ്ലസ് എന്തെടുത്തു, സോഡിയം ക്ലോറൈഡ് പ്ലസ് വാട്ടർ എന്താണ്, ബ്രൈൻ സൊല്യൂഷൻ ആണ് അല്ലെ. സോഡിയം ക്ലോറൈഡും വാട്ടറും ആണ് ബ്രൈൻ സൊല്യൂഷൻ. സോഡിയം ക്ലോറൈഡ് പ്ലസ് വാട്ടർ ഇസ് ബ്രൈൻ സൊല്യൂഷൻ. ആൻഡ് NH3 പ്ലസ് CO2 അമോണിയവും കാർബൺ ഡൈ ഓക്സൈഡും കൂടെ എന്ത് ചെയ്തു, അമോണിയയും കാർബൺ ഡൈ ഓക്സൈഡും കൂടെ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. അപ്പം ബ്രൈൻ സൊല്യൂഷന്റെ അകത്ത് കുറച്ച് അമോണിയ, കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ്, അങ്ങനെ നമ്മൾ കുറച്ച് ആഡ് ചെയ്തപ്പം നമുക്ക് അതിന് നമ്മളുടെ പേരാണെന്ത്, അമോണിയാക്കൽ ബ്രൈൻ സൊല്യൂഷൻ. ഈ ബ്രൈൻ സൊല്യൂഷന്റെ അകത്ത് അമോണിയയും കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്തു, അതിന് നമ്മളിട്ട പേരാണ് അമോണിയാക്കൽ ബ്രൈൻ സൊല്യൂഷൻ. അപ്പൊ നമ്മൾ സോഡിയം ഹൈഡ്രോജൻ കാർബണേറ്റ് അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത ആൾക്കാർ ആരാ, അമോണിയാക്കൽ ബ്രൈൻ സൊല്യൂഷൻ. അമോണിയാക്കൽ ബ്രൈൻ സൊല്യൂഷൻ എടുത്തു. അമോണിയാക്കൽ ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആരാണത്, NaCl ഉണ്ട്, വാട്ടർ ഉണ്ട്, NH3 അല്ലെങ്കിൽ അമോണിയ ഉണ്ട്, പ്ലസ് ആരുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. സോ അതാണ് അമോണിയാക്കൽ ബ്രൈൻ സൊല്യൂഷൻ. അതിനകത്ത് നമുക്ക് എന്ത് കിട്ടിയടാ, NaHCO3. ഇതല്ലേ നമുക്ക് വേണ്ട ആള്, NaHCO3 അല്ലേ. NaHCO3 നമുക്ക് കിട്ടി, പ്ലസ് ആരെയും കിട്ടി, NH4Cl നമുക്ക് കിട്ടി. അപ്പം അമോണിയാക്കൽ ബ്രൈൻ സൊല്യൂഷനിൽ നിന്ന് നമുക്ക് സോഡിയം ബൈകാർബണേറ്റ് അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോജൻ കാർബണേറ്റ് കിട്ടി. ഇതാണ് എന്ത്, ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത്. ഈ NaHCO3 നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് നെക്സ്റ്റ് വേറൊരാളെ ഉണ്ടാക്കാനുണ്ട്. Na2CO3 സോഡിയം കാർബണേറ്റ് നെക്സ്റ്റ് പഠിക്കാനുണ്ട്. അയാളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യണ്ട. ഈ അമോണിയാക്കൽ ബ്രൈൻ സൊല്യൂഷന്റെ അകത്തൊന്നും നമുക്ക് സോഡിയം ബൈകാർബണേറ്റിന് കിട്ടുന്നില്ലേ, ഇതിനെന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്താൽ മതി, നമുക്ക് Na2CO3 കിട്ടും. അപ്പം കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടെ അതിന്റെ കൂടെ കിട്ടും. ഓക്കെ, ഈ സോഡിയം ബൈകാർബണേറ്റിന്റെ യൂസസ് ആണ് പറയുന്നത്. സോഡിയം ബൈകാർബണേറ്റിന്റെ യൂസസ് ഫയർ എക്സ്റ്റിംഗ്വിഷർ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. സോഡിയം ബൈകാർബണേറ്റ് ഇസ് യൂസ്ഡ് ആസ് എ ഫയർ എക്സ്റ്റിംഗ്വിഷർ. ഓക്കെ, പിന്നെ എന്താ, അന്റാസിഡ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, ബേക്കിംഗ് പൗഡർ ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം അതിന്റെ യൂസസ് പഠിക്കാം. ഫയർ എക്സ്റ്റിംഗ്വിഷർ, അന്റാസിഡ്, ബേക്കിംഗ് പൗഡർ, ഇതൊക്കെ നിങ്ങൾ കോഡൊക്കെ ഇട്ടിട്ട് യൂസ് ചെയ്തൊക്കെ പഠിച്ചു കഴിഞ്ഞാല് ഫാബുലസ് എന്നൊക്കെ ആലോചിച്ചാൽ മതി, ഫാബ്. അപ്പം സോഡിയം ഹൈഡ്രോജൻ കാർബണേറ്റ് അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയാണ് നമ്മൾ പഠിച്ചത്. അമോണിയാക്കൽ ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറയുന്ന ആളാരാ, NaCl പ്ലസ് H2O എന്ന് പറയുന്നത് ബ്രൈൻ സൊല്യൂഷൻ ആണ്. അതിന്റെ അകത്തേക്ക് അമോണിയ ദാറ്റ് ഇസ് NH3യും കാർബൺ ഡൈ ഓക്സൈഡും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമോണിയാക്കൽ ബ്രൈൻ സൊല്യൂഷൻ കിട്ടും. അതിനകത്തുനിന്ന് നമുക്ക് NaHCO3 കിട്ടും. ഇനി അത്രയാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് വേറൊരാളുണ്ട്, ദാറ്റ് സോഡിയം കാർബണേറ്റ്. സോഡിയം കാർബണേറ്റിന് ഉണ്ടാക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ കിട്ടിയിരിക്കുന്ന സോഡിയം ബൈകാർബണേറ്റിന് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ Na2CO3 പ്ലസ് CO2 പ്ലസ് H2O കിട്ടും. ഓക്കെ, അതിന്റെ യൂസസ് പഠിച്ചു. ഇനി നമ്മള് മൈൽഡ് ആയിട്ടുള്ള ഒരു എഡിബിൾ ആസിഡ് നമ്മള് ബേക്കിംഗ് സോഡയുടെ അകത്തേക്ക് മൈൽഡ് ആയിട്ടുള്ള ബേക്കിംഗ് സോഡ ഇല്ലേ, അതിനകത്തേക്ക് നമ്മൾ കുറച്ച് മൈൽഡ് ആയിട്ടുള്ള ഒരു എഡിബിൾ ആയിട്ടുള്ള കഴിക്കാൻ പറ്റുന്ന ഒരു ആസിഡ്, ഏതെങ്കിലും ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബേക്കിംഗ് സോഡയുടെ അകത്തുനിന്ന് ബേക്കിംഗ് പൗഡർ കിട്ടും. സോ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നതും ബേക്കിംഗ് പൗഡർ എന്ന് പറയുന്നതും സെയിം സാധനം അല്ല. ബേക്കിംഗ് സോഡയുടെ അകത്ത് കുറച്ച് എഡിബിൾ ആയിട്ടുള്ള ആസിഡ്, ഇപ്പം ഇത് ടാമറിനുള്ള ആസിഡ് ആണ് അല്ലെ, ടാറ്റാറിക് ആസിഡ്
അങ്ങനെ കഴിക്കാൻ പറ്റുന്ന ഒരു എഡിബിൾ ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബേക്കിംഗ് പൗഡർ കിട്ടും. സോ ബൈ മിക്സിംഗ് എ മൈൽഡ് ആസിഡ് വിത്ത് ദി ബേക്കിംഗ് സോഡ വി വിൽ ഗെറ്റ് ബേക്കിംഗ് പൗഡർ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന ആളാണ് ദാറ്റ് ഈസ് വാഷിംഗ് സോഡ. ഓക്കെ, വാഷിംഗ് സോഡ Na2CO3.10H2O. സോ ഓക്കെ, വാഷിംഗ് സോഡ അല്ലെങ്കിൽ Na2, ഇത് വായിക്കുക എങ്ങനെ അറിയോ? Na2CO3.10H2O. ഓക്കെ, ദാറ്റ് ഈസ് Na2CO3.10H2O, ദാറ്റ് ഈസ് വാഷിംഗ് സോഡ അല്ലെങ്കിൽ സോഡിയം കാർബണേറ്റ് ഡെക്കാഹൈഡ്രേറ്റ്. സോഡിയം കാർബണേറ്റ് ഡെക്കാഹൈഡ്രേറ്റ്. എന്താ ഡെക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇനി നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഫുള്ള് തന്നെ ആയിരിക്കും അല്ലെ. മീതൈൽ, ഈതൈൽ എന്നൊക്കെ പറഞ്ഞിട്ട്, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഡെക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ? ഡെക്ക മീൻസ് എന്താന്നറിയോടാ? 10 അർത്ഥം. ഓക്കെ, കെമിസ്ട്രിയില് ഡെക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 10 അർത്ഥം. ഇനി അങ്ങോട്ട് കുറെ ഡെക്കകൾ കാണും. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഡെക്കയാണ് Na2CO3.10H2O. Na2CO3.10H2O അല്ലെങ്കിൽ സോഡിയം കാർബണേറ്റ് ഡെക്കാഹൈഡ്രേറ്റ്. ഓക്കെ, സോഡിയം കാർബണേറ്റ് ഡെക്കാഹൈഡ്രേറ്റ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞിരിക്കുന്നതാണ് NaHCO3 നേരത്തെ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ. അമോണിയാക്കൽ ബ്രൈൻ സൊല്യൂഷനകത്ത് നമുക്ക് NaHCO3 കിട്ടുന്നുണ്ട്. അതിൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഓൺ ഹീറ്റിംഗ് നമുക്ക് എന്ത് കിട്ടും? Na2CO3 കിട്ടും അല്ലെ. ഈ Na2CO3 കിട്ടിക്കഴിഞ്ഞിട്ട് Na2CO3 പോരല്ലോ, നമുക്ക് എന്തും കൂടെ വേണം? 10H2O കൂടി വേണം അല്ലെ. Na2CO3.10H2O അല്ലേ നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ നമ്മള് നേരത്തെ എടുത്തിരിക്കുന്ന അമോണിയാക്കൽ ബ്രൈൻ സൊല്യൂഷൻ്റെ അകത്തുനിന്ന് നമുക്ക് എന്ത് കിട്ടും? NaHCO3 കിട്ടും. അതിനെ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് Na2CO3 കിട്ടും. ആൻഡ് അതിനകത്തേക്ക് നമ്മള് എന്താ ആഡ് ചെയ്യടാ? വാട്ടർ മോളിക്യൂളിനെ ആഡ് ചെയ്യുക. 10 വാട്ടർ മോളിക്യൂളും കൂടി ആഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് Na2CO3.10H2O കിട്ടും അല്ലെ. 10 വാട്ടർ മോളിക്യൂളിനെയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? Na2CO3.10H2O. അങ്ങനെ നമ്മൾ ആരെ പ്രിപ്പയർ ചെയ്തടാ? വാഷിംഗ് സോഡ പ്രിപ്പയർ ചെയ്തു. ഓക്കെ, ഇനി വാഷിംഗ് സോഡയുടെ യൂസ് എന്താ? വാഷിംഗ് സോഡ എന്തിനൊക്കെ യൂസ് ചെയ്യാം? ക്ലീനിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്തൂടെ? പിന്നെയോ റിമൂവിങ് ദ ഹാർഡ്നെസ് ഓഫ് വാട്ടർ. വെള്ളം പല ടൈപ്പ് ഉണ്ട്. ഹാർഡ് വാട്ടർ ഉണ്ട്. അപ്പൊ വെള്ളത്തിനൊരു ഹാർഡ്നെസ് ഉണ്ടെങ്കിൽ, ഒരു കഠിന ജലം എന്നാ പറയാ, ഒരു കട്ടി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? നമുക്ക് വാഷിംഗ് സോഡ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സോപ്പിലൊക്കെ വാഷിംഗ് സോഡ ആണ് ഉള്ളത്. ഓക്കെ, സോപ്പ്, ഗ്ലാസ് ആൻഡ് പേപ്പർ ഇൻഡസ്ട്രീസിലൊക്കെ എന്തുണ്ട്? വാഷിംഗ് സോഡ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ യൂസസ് നിങ്ങൾ പഠിക്കാം. ക്ലീനിങ് ഏജന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. വാഷ് ചെയ്യാന്ന് ആലോചിച്ചാൽ മതി. വാഷ് ചെയ്യാന് ക്ലീനിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോപ്പിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഹാർഡ്നെസ് ഓഫ് വാട്ടർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും വാഷിംഗ് സോഡ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മള് ഫൈനലിലേക്ക് കടക്കുകയാണ്. ഇനി കുറച്ചും കൂടെ പോർഷനേ ഉള്ളൂ കേട്ടോ കഴിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ. വാട്ട് ഈസ് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ? സോ നമ്മൾ പഠിച്ചു സോഡിയം കാർബണേറ്റ് ഡെക്കാഹൈഡ്രേറ്റ്, ദാറ്റ് ഈസ് Na2CO3.10H2O അല്ലെ. സോഡിയം കാർബണേറ്റ് ഡെക്കാഹൈഡ്രേറ്റ്, ദാറ്റ് ഈസ് Na2CO3.10H2O. വേറൊരു സാധനം ഉണ്ട്, കോപ്പർ സൾഫേറ്റ് അല്ലെ. ബ്ലൂ വിട്രിയോൾ എന്ന് അതിനെ പറയാ. എന്താ പറയാ? ബ്ലൂ വിട്രിയോൾ. ഇതിനൊരു നീല കളർ ആയിരിക്കും അല്ലെ. നീല കളർ എന്തുകൊണ്ടാ? ഇവിടെ ഒരു .5H2O ഉണ്ട്. എപ്പോഴും ഇതിനകത്ത് വെള്ളം കൂടെ ഉണ്ടാവും. കോപ്പർ സൾഫേറ്റിന്റെ കൂടെ എപ്പോഴും എന്തുണ്ടാവും? ഒരു 5 മോളിക്യൂൾ ഓഫ് വാട്ടറും കൂടെ ഉണ്ടാവും. ഇതിന് നമ്മൾ അല്ലെങ്കിൽ വാട്ടർ മോളിക്യൂൾ ഇല്ല, ജസ്റ്റ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാട്ടർ ഒക്കെ പോയി കഴിഞ്ഞാൽ ഇത് കളർലെസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പം CuSO4.5H2O അകത്ത് ഈ 5H2O മോളിക്യൂൾസ് ഉള്ളത് കൊണ്ടാണ് അതിനൊരു ബ്ലൂ കളർ കിട്ടുന്നത്. ഓക്കെ, സോ CuSO4.5H2O. അതിന് നമ്മൾ പറയുന്ന പേര് നിങ്ങൾ മറക്കല്ലേടാ, ബ്ലൂ വിട്രിയോൾ. എന്താ പറയാ? ബ്ലൂ വിട്രിയോൾ. CuSO4.5H2O എന്ന് പറയുന്നത് ബ്ലൂ വിട്രിയോൾ ആണ്. ആൻഡ് FeSO4.7H2O is ഗ്രീൻ വിട്രിയോൾ. അയോൺ ഫെറസിന്റെ എന്താണ് കളറ്? ഗ്രീൻ കളർ അല്ലേ. സോ അത് വെച്ചിട്ടാണ്. കോപ്പറിന്റെ കളർ എന്താ? കോപ്പർ എപ്പോഴും എന്തായിരിക്കും? ബ്ലൂ കളറാണ്. Cu2+ എന്ന് പറയുന്നത് ബ്ലൂ കളറിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഇവിടെ Fe2+ എന്ന് പറയുന്നത് ഗ്രീൻ കളർ. അതാണ് ബ്ലൂ വിട്രിയോൾ എന്നും ഗ്രീൻ വിട്രിയോൾ എന്നും പറയുന്നത്. ഓക്കെ, FeSO4.7H2O എന്ന് പറയുന്നത് ഗ്രീൻ വിട്രിയോൾ. ഓക്കെ, അപ്പൊ ഇവിടെ എല്ലാം നിങ്ങൾ കാണുന്നുണ്ട്. ഡോട്ട് ഇട്ടിട്ട്
കുറച്ച് വാട്ടർ മോളിക്യൂൾ അല്ലെ ഇവിടെ കാണിക്കുന്ന എല്ലായിടത്തും എന്തുണ്ട് വാട്ടർ മോളിക്യൂൾ. ഇതിനെയാണ് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഈ യൂണിറ്റ് അതിലുള്ള വാട്ടർ മോളിക്യൂൾസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. യൂണിറ്റ് ആയിട്ട് നമ്മൾ ഒരു കെമിക്കൽ ഫോമിൽ എഴുതുമ്പം അതിലുള്ള വാട്ടർ മോളിക്യൂളിലാണ് നമ്മൾ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, ഇത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാട്ടർ മോളിക്യൂൾ അങ്ങ് പോകും കേട്ടോ. പിന്നെ ഇത് മാത്രമായി ഇതിൽ വാട്ടർ മോളിക്യൂൾ ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ, അതാണ് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ. നമ്മൾ ഡോട്ട് ഇട്ടിട്ട് ഇടുന്നുണ്ട് വാട്ടർ മോളിക്യൂൾസ്. ആ ഒരു കോമ്പൗണ്ടിന് എത്ര വാട്ടർ മോളിക്യൂൾസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള ആളാണ് ദാറ്റ് ഈസ് ജിപ്സം. ജിപ്സത്തിന് നമ്മൾ എഴുതുക CaSO4 കാൽഷ്യം സൾഫേറ്റ് ഡൈഹൈഡ്രേറ്റ്. ഡൈഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CaSO4.2H2O. ദാറ്റ് ഈസ് കാൽഷ്യം സൾഫേറ്റ് ഡൈഹൈഡ്രേറ്റ്. കാൽഷ്യം സൾഫേറ്റ് ഡൈഹൈഡ്രേറ്റിനാണ് ജിപ്സം എന്ന് പറയുന്നത്. അതായത് കാൽഷ്യം സൾഫേറ്റിന്റെ എന്താ അതിന്റെ അർത്ഥം? കാൽഷ്യം സൾഫേറ്റിന്റെ അകത്ത് 2 വാട്ടർ മോളിക്യൂൾസ് ഉണ്ടെന്നല്ലേ അർത്ഥം? 2 വാട്ടർ മോളിക്യൂൾസ് ഉണ്ടെന്നല്ലേ അർത്ഥം? അതല്ലേ കാൽഷ്യം സൾഫേറ്റ് ഡൈഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഈ കാൽഷ്യം സൾഫേറ്റ് ഡൈഹൈഡ്രേറ്റിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാല് 1.5 വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യും? അതിൽ നിന്ന് നഷ്ടപ്പെടും. 2 വാട്ടർ മോളിക്യൂൾ ഉണ്ട് അതിനകത്ത്. നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് 1.5 വാട്ടർ മോളിക്യൂൾ നമുക്ക് നഷ്ടപ്പെടും. അതിനെ ഞാൻ പറഞ്ഞില്ലേ വാട്ടർ മോളിക്യൂൾസ് ഉള്ള ആൾക്കാരെ ഇപ്പം CuSO4 ആണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ വാട്ടർ മോളിക്യൂൾ ലോസ് വരും. അതുപോലെ നമ്മൾ കാൽഷ്യം സൾഫേറ്റ് ഡൈഹൈഡ്രേറ്റിനെ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 മോളിക്യൂൾ ഓഫ് വാട്ടർ ഉണ്ടായിരുന്നു. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് 1.5 മോളിക്യൂൾ വാട്ടർ എന്തായിപ്പോയി? ഹീറ്റ് ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടു. ആൻഡ് 2 പോയി കഴിഞ്ഞാൽ 1/2 വാട്ടർ അല്ലേ പിന്നെ ഉണ്ടാവുള്ളൂ? 1/2 വാട്ടർ അല്ലേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് പിന്നെ എന്താ ഉണ്ടാവുക? കാൽഷ്യം സൾഫേറ്റ് ഡോട്ട് ഹാഫ് H2O അല്ലെ? കാൽഷ്യം സൾഫേറ്റ് ഡോട്ട് ഹാഫ് H2O എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ് നമുക്ക് കിട്ടുക. അതിനെ പറയാ എന്താ അറിയോ? ഹെമിഹൈഡ്രേറ്റ് എന്നാ പറയാ. അര എന്ന് പറയുന്ന ഹാഫിനെ കാണിക്കാൻ നമ്മള് കാൽഷ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റ് ആണ് ഉണ്ടാവുക. നമുക്ക് കാൽഷ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റ് കിട്ടി. കാൽഷ്യം സൾഫേറ്റ് ഡൈഹൈഡ്രേറ്റ് നമ്മൾ ഹീറ്റ് ചെയ്തപ്പം 1.5 വാട്ടർ മോളിക്യൂൾസ് പോയിട്ട് നമുക്ക് കാൽഷ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റ് കിട്ടി. ഓക്കെ, ഈ കാൽഷ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റിനെയാണ് നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് POP ദാറ്റ് ഈസ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് പൗഡർ ആണ്. നിങ്ങൾക്ക് ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാകുമ്പം ഇപ്പം ബാൻഡേജ് ലൈക്ക് ആക്സിഡൻസോ അങ്ങനെ എന്തെങ്കിലും ആക്സിഡന്റൽ സൈക്കിൾ ഫോളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ട് എല്ലൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പ്ലാസ്റ്റർ ഇടും അല്ലെ? പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇടും അല്ലെ? പ്ലാസ്റ്റർ ഇടും. സോ അവിടെയാണ് അതൊരു വൈറ്റ് കളറിലുള്ള സാധനമായിരിക്കും. നിങ്ങൾ ഒബ്സർവ് ചെയ്തോക്കെ ഒരു പൗഡർ ആയിട്ടാണോ നമുക്ക് പിന്നെ കിട്ടുന്നത്? അല്ല, ഭയങ്കര സ്റ്റിഫായിട്ട് ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് നമുക്കത് കിട്ടുന്നത് അല്ലെ? അതെന്താ അവർ ചെയ്യുന്നത്? ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് POPനെ അവർ എടുത്തിട്ട് വെള്ളത്തിൽ കുറച്ചു നേരം മുക്കിയിടും അല്ലെ? കുറച്ചു നേരം വെള്ളത്തിൽ മുക്കിയിടും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? അത് നമുക്ക് പിന്നെ ബാൻഡേജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെ? സോ അതെന്താണ്? ഈ ഡൈഹൈഡ്രേറ്റ് മാറിയിട്ട് ഈ ഹെമിഹൈഡ്രേറ്റ് മാറിയിട്ട് നമ്മൾ അഡീഷൻ ഓഫ് വാട്ടർ ഉണ്ടാക്കിയിട്ട് ജിപ്സം ആക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ജിപ്സം ഫോം ചെയ്യാണ് ചെയ്യുന്നത്. Okay, so calcium sulfate hemihydrate is POP. It is a white powder. Okay, CaSO4 half H2O. So എന്തൊക്കെയാണ് uses of POP അല്ലെങ്കിൽ uses of plaster of Paris? Plaster of Paris ആണ്. POP എന്നാ പറയാം. That is smoothening the wall. വാൾ സ്മൂത്തനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. സപ്പോർട്ടിങ് ഫ്രാക്ചർ ബോൺ, അതാ ഞാൻ പറഞ്ഞ പ്ലാസ്റ്റർ ഫ്രാക്ചേർഡ് ബോൺ എല്ലാം ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ POP ആണ് ഇടുന്നത്. ആൻഡ് ടോയ്സ് ആൻഡ് ഡെക്കറേഷൻസിലൊക്കെ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ POP യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ സ്മൂത്തനിങ് ബോള്, സപ്പോർട്ടിങ് ഫ്രാക്ചേർഡ് ബോണ്, ടോയ്സ് ആൻഡ് ഡെക്കറേഷൻസ് ഇതിലൊക്കെ നമ്മൾ POP ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, how will you test for the gas which is liberated when hydrochloric acid react with an active metal? Okay, hydrochloric acid HCl gas
സിങ്കുമായിട്ട് റിയാക്ട്, ഒരു ആക്റ്റീവ് മെറ്റൽ എടുത്തുന്നേ ഉള്ളൂ, ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റൽ ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗ്യാസ് ഏതാന്നാണ് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഈ റിയാക്ഷൻ എന്താ കിട്ടുക നമുക്ക്? ZnCl2 പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ് ആണല്ലേ കിട്ടുക, ഹൈഡ്രജൻ ഗ്യാസ് അല്ലേ കിട്ടുക. ഹൈഡ്രജൻ ഗ്യാസ് ആണെന്ന് എങ്ങനെയാ റിയലൈസ് ചെയ്യുന്നത്, എങ്ങനെയാ മനസ്സിലാക്കുന്നത്? ഒരു പോപ്പ് സൗണ്ട് ഉണ്ടാവും അല്ലെ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ക്യാൻഡില്. ഓക്കെ, അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ എന്താ ചെയ്യാം? എന്താ മിൽക്കി വൈറ്റ് ആക്കും അല്ലെ, ആരെ? CaOH2 ഓക്കെ. ഇനി എന്താണ് ആൽക്കലീസ്? നമ്മൾ ബേസും ആൽക്കലിയും സെയിം ആണോ? ബേസും ആൽക്കലിയും സെയിം ആണോ? അല്ല കേട്ടോ, സോല്യൂബിൾ ആയിട്ടുള്ള ബേസസിനെയാണ് നമ്മൾ ആൽക്കലി എന്ന് പറയുക. അപ്പം ബേസും ആൽക്കലിയും രണ്ടല്ല, സോല്യൂബിൾ ആയിട്ടുള്ള ബേസസിനാണ് നമ്മൾ ആൽക്കലി എന്ന് പറയുക. സോ NaOH എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആൽക്കലി ആണ്. ഓക്കെ, അപ്പൊ എല്ലാ ബേസസും എന്താണ്? എല്ലാ ബേസസും ആൽക്കലികളാണോ? അങ്ങനെയുണ്ട് അല്ലെ. സോ എല്ലാ ആൽക്കലീസും എന്തും അല്ല, ബേസും അല്ല അല്ലെ. സോല്യൂബിൾ ആയിട്ടുള്ള ബേസസ് മാത്രമാണ് എന്ത്? ആൽക്കലീസ്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്, ഗിവൺ ബിലോ ആർ ദി pH വാല്യൂസ് ഓഫ് 4 ഡിഫറെന്റ് ലിക്വിഡ്സ്. 4 ഡിഫറെന്റ് ആയിട്ടുള്ള ലിക്വിഡ്സിന്റെ pH വാല്യൂസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതിന്റെ pH ആയിരിക്കും, ഏതായിരിക്കും എന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. pH 7 ഉണ്ട്, 14 ഉണ്ട്, 4 ഉണ്ട്, 2 ഉണ്ട്. അപ്പം ഏറ്റവും ലോവസ്റ്റ് pH എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ആയിരിക്കും. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ ഏതൊക്കെയാ? ലെമൺ ജ്യൂസ് ഉണ്ട്, ഡിസ്റ്റിൽഡ് വാട്ടർ. ഡിസ്റ്റിൽഡ് വാട്ടർ അതാ 7 ആണ് അല്ലെ, 7 ആണ്. അപ്പൊ 7 കിട്ടി. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ഏറ്റവും ആൽക്കലൈൻ ആണ് അല്ലെ, മോസ്റ്റ് ആൽക്കലൈൻ ആണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പൊ അതിൽ തന്നെ അറിയാം 14 എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെ. പിന്നെ ടൊമാറ്റോ ജ്യൂസും ലെമൺ ജ്യൂസും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ അസിഡിറ്റി ഉള്ളത്? ലെമൺ ആണല്ലേ കുറച്ചും കൂടി സ്ട്രോങ്. അപ്പം pH ആർക്കായിരിക്കും? 2 ഉണ്ടാവുക ലെമൺ ജ്യൂസിന്, ടൊമാറ്റോ ജ്യൂസിന് ഉണ്ടാവുക 4 ആയിരിക്കും. ഇങ്ങനെയാണ് നമുക്ക്, ഇതാണ് pH വാല്യൂ ഉപയോഗിച്ചിട്ട് നമുക്ക് ആസിഡ് ആണോ ബേസ് ആണോ അതിന്റെ റേഞ്ച് പ്രെഡിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, പ്രോസസ് ഓഫ് ഡിസോൾവിങ് ആൻ ആസിഡ് ഓർ ബേസ് ഇൻ വാട്ടർ ആസ് എ ഹൈലി എക്സോതെർമിക് വൺ. നമ്മള് വെള്ളത്തിന്റെ അകത്തേക്ക് ആസിഡ് അല്ലെങ്കിൽ ബേസ് ഡിസോൾവ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എക്സോതെർമിക് ആണ്. എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റ് ലിബറേറ്റ് ചെയ്യുക അല്ലെ, ടെമ്പറേച്ചർ. തെർമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് exothermic. The process of dissolving an acid or base in water എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ടെമ്പറേച്ചർ ലിബറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ്. ഇറ്റ് ഈസ് എ ഹൈലി എക്സോതെർമിക് പ്രോസസ് അല്ലെ. അപ്പൊ നമ്മള് ഹീറ്റ് ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് വലിയ കെയർ എടുക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, നമ്മൾ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റഡ് ആസിഡ്സ് ഒക്കെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യണം? കെയർ, പ്രിക്കോഷൻസ് എടുത്തിട്ട് മാത്രമേ നമ്മൾ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആസിഡ് ഒക്കെ എടുക്കാൻ പാടുള്ളൂ. അതും വാട്ടറിലേക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മള് വാട്ടർ ആദ്യം ബീക്കറിൽ എടുക്കണം. ഓക്കെ, നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് വാട്ടർ വേണം ഇതിനകത്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ ഇതിനകത്ത് വാട്ടർ ആണ് എടുക്കേണ്ടത്. ആൻഡ് ഇതിനകത്തേക്ക് നമ്മൾ മെല്ലെയാണ് എന്ത് ഇടേണ്ടത്? ആസിഡ്സിനെ ഇടേണ്ടത്. മെല്ലെയാണ് എന്ത് ചെയ്യേണ്ടത്? ആസിഡ്സിനെ ഇടേണ്ടത്. നമ്മൾ സ്പീഡിൽ ഇങ്ങനെ പോയിട്ട് ഒഴിക്കരുത്. വലിയൊരു റിയാക്ഷൻ, ഭയങ്കര എക്സോതെർമിക് ആണല്ലേ. അപ്പൊ എന്ത് ചെയ്യാൻ പാടില്ല? അങ്ങനെ പോയിട്ട് ഒഴിക്കാൻ പാടില്ല. മെല്ലെ ഡ്രോപ്പ് ആയിട്ട് ഒഴിക്കാൻ പാടുള്ളൂ. എന്നിട്ട് സ്റ്റിർ ചെയ്തോണ്ടേ ഇരിക്കണം. ഓക്കെ, അങ്ങനെയാണ്. അല്ലാതെ നേരെ മറിച്ച് നമ്മൾ ആസിഡ് എടുത്തു, ഇങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്. നേരെ മറിച്ച് നമ്മൾ ഇതിനകത്ത് ആസിഡ് എടുത്തെന്ന് വിചാരിച്ചോ. ആസിഡ് എടുത്തിട്ട് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എന്താ മക്കളെ സംഭവിക്കുക? ആസിഡ് എടുത്തിട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതെ, വെള്ളം ഇങ്ങോട്ടേക്ക് ആവുന്നതിനനുസരിച്ച് ആസിഡ് മേലോട്ടേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ച് ആസിഡ് മേലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്, ഇഞ്ചുറീസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓൾസോ ദിസ് ഇസ് എൻ എക്സോതെർമിക് പ്രോസസ് അല്ലെ. ഭയങ്കരമായിട്ട് ടെമ്പറേച്ചർ ലിബറേറ്റ് ചെയ്യും, ഭയങ്കരമായിട്ട് ഹീറ്റ് എനർജീനെ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രീ ആക്കി വിടുന്നുണ്ട് അല്ലെ. അപ്പൊ എന്ത് സംഭവിക്കും എടാ? എന്ത് സംഭവിക്കും? ഇവിടെ ഉണ്ടാവുന്ന ടെമ്പറേച്ചർ കാരണം ചിലപ്പോ ഈ ബീക്കറില്ലേ, നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ബീക്കറിന് വരെ ചിലപ്പം ഡാമേജസ് സംഭവിക്കാം. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് ആസിഡും ബേസും കൂടെ, ആസിഡും ഡൈല്യൂഷന്റെ അല്ലെങ്കിൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് സംഭവിക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ എടുത്തൊക്കെ ഡൈല്യൂട്ട് ആയിട്ടുള്ള ആസിഡ്സ് അല്ലേ ഇടാം. നമ്മൾ നേരത്തെ റിയാക്ഷൻ ചെയ്യാനൊക്കെ ഡൈല്യൂട്ട് ആയിട്ടുള്ള ആസിഡ് അല്ലേ എടുത്തത്.
ആസിഡ് മസ്റ്റ് ഓൾവേസ് ബി ആഡഡ് സ്ലോലി ടു വാട്ടർ വിത്ത് കോൺസ്റ്റന്റ് സിസ്റ്ററിങ്. അതാ ഞാൻ പറഞ്ഞ വെള്ളത്തിന്റെ അകത്തേക്ക് ഇവിടെ നമ്മൾ വെള്ളം എടുത്തിട്ട് വാട്ടറിനകത്തേക്ക് ആസിഡ് ഒഴിക്കാൻ പാടുള്ളൂ. ആസിഡ് ആദ്യം എടുത്തിട്ട് പിന്നെ വാട്ടർ ഒഴിക്കാൻ പാടില്ല. ഇങ്ങനെ തന്നെ ചെയ്യുമ്പോഴും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, സ്റ്റെർ ചെയ്തിട്ട് ഇളക്കി കൊടുത്തിട്ട് മെല്ലെ മെല്ലെ മാത്രമേ നമ്മൾ ആസിഡ് ഒഴിക്കാൻ പാടുള്ളൂ. ഓക്കെ, അത് ഭയങ്കര എക്സോതെർമിക് ആണ്, ഭയങ്കരമായിട്ടുള്ള ഹീറ്റ് ലിബറേഷൻ ഉണ്ടാവും. വാട്ടർ നമ്മൾ കോൺസെൻട്രേറ്റഡ് ആസിഡിലേക്ക് ഒഴിക്കുക ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, വാട്ടർ കോൺസെൻട്രേറ്റഡ് ആസിഡിലേക്ക് ഇവിടെ ആസിഡ് എടുത്തിട്ട് വാട്ടറാ ഒഴിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഹീറ്റ് ജനറേറ്റഡ് മൈ കോസ് മിക്സ്ചർ ടു സ്പ്ലാഷ് ഔട്ട് ആൻഡ് കോസ് ബേൺസ്. നമുക്ക് ബേൺസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഗ്ലാസ് കണ്ടെയ്നറും ചിലപ്പം എക്സസീവ് ബേണിംഗ് കാരണം അല്ലെങ്കിൽ എക്സസീവ് എക്സ്പ്ലോഷൻ കാരണം ആ ഗ്ലാസ് കണ്ടെയ്നറിനും എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഡാമേജസ് അല്ലെങ്കിൽ പ്രശ്നം, ലോക്കൽ ഹീറ്റിംഗ് കാരണം എന്തെങ്കിലുമൊക്കെ പ്രശ്നം നമ്മൾ എടുത്തിരിക്കുന്ന കണ്ടെയ്നറിലും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എപ്പോൾ നോക്കിയാലും ആസിഡും ബേസും ഒക്കെ ആയിട്ട് കളിക്കുമ്പോൾ ഭയങ്കര കെയർ എടുക്കണം, ഭയങ്കര പ്രിക്കോഷൻസ് എടുക്കണം. ഓക്കെ, നമുക്ക് ബാക്കി ആൾക്കാരോട് കളിക്കുന്ന മാതിരിയല്ല, ഇവരുടെ അടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഇഞ്ചുറി ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഭയങ്കര വിജിലന്റ് ആയിരിക്കണം നമ്മൾ ആസിഡും ബേസും ഒക്കെ എടുത്തിട്ട് ചെയ്യുമ്പോൾ, ഓരോ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോഴും. ഓക്കെ, മിക്സിംഗ് ആൻ ആസിഡ് ഓർ ബേസ് വിത്ത് വാട്ടർ result in decrease in the concentration of ions. Okay, decrease in the concentration H3O plus ഇന്റെയോ OH minus ഇന്റെയോ കോൺസെൻട്രേഷനിൽ വ്യത്യാസം ഉണ്ടാവും per unit volume. Such a process is called dilution and the acid or the base is said to be diluted. അപ്പം ആസിഡോ ബേസോ ഡൈല്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, വാട്ടറുമായിട്ട് എന്ത് ചെയ്യും, മിക്സിങ് ചെയ്യും അല്ലെ. നമ്മൾ ഏതോ ഒരു ആസിഡോ ബേസിനോ ഡൈല്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വാട്ടറുമായിട്ട് എന്ത് ചെയ്യണം, റിയാക്ട് ചെയ്യണം. അപ്പൊ എന്ത് സംഭവിക്കടാ, ആസിഡ് ആണെങ്കിൽ അവിടെ H3O+ കോൺസെൻട്രേഷൻ കുറയും. H3O+ കോൺസെൻട്രേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, H3O+ന്റെയോ OH മൈനസിന്റെയോ കോൺസെൻട്രേഷനിൽ വ്യത്യാസം ഉണ്ടാവും. അതിനാണ് നമ്മൾ ഡയല്യൂഷൻ എന്ന് പറയുക അല്ലെ. So such a process is called as dilution and the acid or the base is said to be diluted. അപ്പൊ നമ്മൾ വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആസിഡോ ബേസോ എന്തായിട്ട് മാറും, ഡയല്യൂട്ടഡ് ആയിട്ട് മാറും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ ചാപ്റ്റർ. അപ്പം ആസിഡ് ബേസസ് ആൻഡ് സോൾട്ട്സ് എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞു. ആസിഡ് ബേസസ് ആൻഡ് സോൾട്ട്സ് ചാപ്റ്റർ കഴിഞ്ഞു. നമ്മൾ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിച്ചത്? ഈ ചാപ്റ്ററിൽ പഠിച്ചത് ആസിഡ് പഠിച്ചു, ആസിഡ്സ് എന്താന്ന് പഠിച്ചു, H+ ആന്ന് പഠിച്ചല്ലേ. H+, ബേസസ് എന്താന്ന് പഠിച്ചു, OH മൈനസിന്റെ കോൺസെൻട്രേഷൻ വെച്ചിട്ട് അല്ലെ. പിന്നെ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചു അല്ലെ. ഇൻഡിക്കേറ്റേഴ്സ് നാച്ചുറല്, സിന്തറ്റിക് ആൻഡ് ഏതായിരുന്നു, ഓൾഫാക്ടറി അല്ലെ. പിന്നെ നമ്മള് കെമിക്കൽ റിയാക്ഷൻസ് പഠിച്ചല്ലേ. pH വാല്യൂസ് പഠിച്ചല്ലേ. pH വാല്യൂ അല്ലെങ്കിൽ pH സ്കെയിൽ പഠിച്ചു. പിന്നെ നമ്മള് സോൾട്സിനെ പറ്റി പഠിച്ചല്ലേ. സോൾട്സിന്റെ മെത്തഡ് ഓഫ് പ്രിപ്പറേഷൻ പഠിച്ചു. മെത്തഡ് ഓഫ് പ്രിപ്പറേഷൻ ആൻഡ് യൂസസ് പഠിച്ചല്ലേ. യൂസസ് പഠിച്ചു. കെമിക്കൽ റിയാക്ഷൻസിനകത്ത് എല്ലാം പഠിച്ചല്ലേ. മെറ്റൽ കാർബണേറ്റ്സ്, മെറ്റൽ നോൺ മെറ്റാലിക് ഓക്സൈഡ്സ്, മെറ്റൽ ഓക്സൈഡ്സ്, ഇവരൊക്കെ ആയിട്ടുള്ള റിയാക്ഷൻസ് ഒക്കെ പഠിച്ചല്ലേ. pH വാല്യൂ പഠിച്ചു, pH സ്കെയിൽ പഠിച്ചു, പല ടൈപ്പിലുള്ള സോൾട്ട് പഠിച്ചു, അസിഡിക് സോൾട്ട് പഠിച്ചു, ബേസിക് സോൾട്ട് പഠിച്ചു, ന്യൂട്രൽ സോൾട്ട് പഠിച്ചു, അതിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ പഠിച്ചു, ക്ലോർ ആൽക്കലി പ്രോസസ് പഠിച്ചല്ലേ. പിന്നെയോ ഡയല്യൂഷൻ പഠിച്ചില്ലേ. ഡയല്യൂഷൻ പഠിച്ചു. ഇതാണ് നമ്മള് ആസിഡ് ബേസസ് ആൻഡ് സോൾട്ട് എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ.
ഇതാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലാവാത്ത പോർഷൻസ് ഒക്കെ ഉണ്ടോ നോക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വൃത്തിക്ക് നോക്കിയിട്ട് പഠിക്കുക. നമ്മൾ വീഡിയോസ് പിന്നെയും കാണുക. ഓക്കെ നിങ്ങൾ ഡൗട്ട് വെച്ചോണ്ടിരിക്കരുത്. ക്ലിയർ ചെയ്ത് പോവുക. ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. സിമ്പിൾ ആണ് ചാപ്റ്റർ. കുറെ റിയാക്ഷൻസ് നിങ്ങൾ പുതുതായിട്ട് കുറച്ച് റിയാക്ഷൻസ് ഒക്കെ കാണുന്നുണ്ടാവുമായിരിക്കും. അത് ഫസ്റ്റ് ടൈം മാത്രമാണ്. ഇപ്പൊ ഹൈഡ്രോജൻ എന്ന് പറയുന്ന ഗ്യാസിന് എങ്ങനെയാ ഡിറ്റക്ട് ചെയ്യുക? പോപ്പ് സൗണ്ട് കേൾക്കുക അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ അതെന്താ ചെയ്യുക? ഫയറിനെ ആണെങ്കിൽ അത് കെടുത്തുക ചെയ്യുക അല്ലെ. നമ്മള് പിന്നെ എന്താ മിൽക്കി വൈറ്റ് കളറിലുള്ള വെള്ളമൊക്കെ കണ്ട് അല്ലെ. കാൽഷ്യം ഹൈഡ്രോക്സൈഡിനകത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്യുമ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. ഇത് കെമിസ്ട്രീന്റെ ബേസാ. അത് നിങ്ങൾ പഠിക്കണം. അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാപ്റ്റർ എളുപ്പമായിരിക്കും. താങ്ക് യു.